ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഹലോ അരവിന്ദ്. കൈലാഷ്, മുക്തി ഇപ്പം എന്നെ വിളിച്ചിരുന്നു. പാർവതിയെ കാണാനില്ലെന്ന് അവൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. പാർവതിയെ മാത്രമല്ല, പ്രിയനെയും കാണാനില്ല. പ്രിയന്റെ നേർക്ക് അന്നൊരു മർഡർ അറ്റംപ്റ്റ് ഉണ്ടായില്ലേ? അതുപോലെ എന്തെങ്കിലും സംഭവിച്ചിരിക്കുമെന്നാണ് പ്രിയന്റെ അമ്മയുടെ പേടി. പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഞങ്ങള്. എടാ, അത് പോലീസിനൊക്കെ ഇപ്പൊ അറിയിക്കണോ കൈലാഷ്? ആദ്യം നമ്മളായിട്ടൊരു അന്വേഷണം നടത്താമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നിട്ട് അവരെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ലെങ്കിൽ മാത്രം പോലീസിനെ അറിയിച്ചാൽ പോരെ? നമ്മൾ എവിടെ അന്വേഷിക്കാൻ അരവിന്ദ്? അതുകൂടി പറയും. നമുക്കാകെ ചെയ്യാൻ കഴിയുന്നത് അവരുടെ ഫോണിലേക്ക് വിളിക്കാന്നുള്ളത് മാത്രമാണ്. രണ്ടുപേരുടെ ഫോണിലേക്ക് ഞങ്ങൾ മാറി മാറി വിളിച്ചു. രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ല. അവരെ കണ്ടുപിടിക്കാൻ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയും. അവരെ പൂട്ടിയിട്ട് എന്നോടാ അവരെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് ചോദിക്കുന്നത്. അവർ രണ്ടുപേരും കോടമ്പിൽ സല്ലപിച്ചുകൊണ്ടിരിക്കുവാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരും കൈലാഷ്. സമയമാവട്ടെ. നീ കുറച്ച് സമയം കൂടി അവരെ അന്വേഷിച്ച് നാട് മുഴുവൻ പരക്കം പായി. അരവിന്ദ്, അരവിന്ദ്, അരവിന്ദ് ലൈനിലില്ലേ? ഉണ്ട് കൈലാഷ്. ഞാൻ അവരെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് ആലോചിക്കുമായിരുന്നു. ഞാനൊരു കാര്യം ചെയ്യാം. എൻ്റെ ഒരു ഫ്രണ്ട് സൈബർ സെല്ലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അവനെ വിളിച്ച് പാർവതിയുടെയും പ്രിയന്റെയും മൊബൈൽ നമ്പർ ലൊക്കേറ്റ് ചെയ്യാൻ പറയാം. നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ടെൻഷൻ അടിക്കണ്ടെന്ന് പ്രിയന്റെ അമ്മയോടും പറയും. പറയാം. താങ്ക് യു അരവിന്ദ്. പിന്നെ വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ നീ എന്നെ അറിയിക്കണം. ഷുവർ. നിങ്ങളോ? എന്ത് പറ്റി വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക്? ഒരു കംപ്ലൈന്റ് തരാൻ വന്നതാ സർ. കംപ്ലൈന്റോ? ഞാൻ വെറും ഒരു സർക്കിൾ ഇൻസ്പെക്ടറല്ലേ. മാഡത്തിന് മനുഷ്യാവകാശ കമ്മീഷനിലൊക്കെ വലിയ പിടിയല്ലേ. പരാതി അവിടെ കൊടുക്കാമല്ലോ. മാഡത്തിന്റെ പ്രശ്നത്തിന് DGP സാർ തന്നെ പരിഹാരം കണ്ടെത്തി തരും. അന്ന് എനിക്ക് അങ്ങനെ പറയേണ്ടി വന്ന സാഹചര്യം സർ മറന്നിട്ടില്ലല്ലോ. അത് മനസ്സിൽ വെച്ച് സർ എന്നോട് പെരുമാറരുത്. എന്താ കംപ്ലൈന്റ്? അത് പറ. ഇന്ന് വൈകിട്ട് മുതൽ പാർവതിയെ കാണാനില്ല. കാണാനില്ലെന്നോ? ഇല്ല സർ. ജോലി സമയം കഴിഞ്ഞപ്പോ കമ്പനിയിൽ നിന്ന് പോയി. പക്ഷേ ഇതുവരെ ഹോസ്റ്റലിൽ എത്തിയിട്ടില്ല. പരിസരത്തുള്ള കുളം, തോട്, കായൽ, റെയിൽവേ ട്രാക്ക് അവിടെയൊക്കെ പോയി നോക്കിയായിരുന്നു? അവിടുന്ന് ഇല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും പയ്യന്റെ കൂടെ ഓടിപ്പോയിട്ടുണ്ടാവും. സർ, അനാവശ്യം പറയരുത്. ഞാനേ അനാവശ്യമൊന്നും പറഞ്ഞില്ല. നടന്നിരിക്കാൻ സാധ്യതയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അന്ന് നന്ദന്റെ കൂടെ. ഇന്നാരുടെ കൂടെ പോയെന്ന് എനിക്കെങ്ങനെ അറിയാം? അവൾക്ക് ഏതെങ്കിലും പയ്യനുമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് അന്വേഷിച്ച് നോക്ക്. അതിലും എളുപ്പം അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഒന്ന് പോയി അന്വേഷിച്ച് നോക്ക്. ഇപ്പൊ വേണ്ട, നാളെ കാലത്ത് മതി. ഏതെങ്കിലും അമ്പലത്തിൽ അവളുണ്ടാവും. അന്ന് കണ്ടതുപോലെ മണവാട്ടിയുടെ വേഷത്തിൽ. അന്ന് എന്താ നടന്നെന്ന് സാറിന് അറിയില്ലേ? എല്ലാം അറിയാവുന്ന സാറ് തന്നെ ഇങ്ങനെ പറഞ്ഞാലോ? അവളെ എങ്ങനെയെങ്കിലും സാറ് കണ്ടുപിടിച്ച് തരണം. സാറേ, എന്റെ മോനെയും കാണാനില്ല. നിങ്ങളുടെ മോനെ കാണാനില്ലെന്നോ? നിങ്ങള് ഇവരോട് വന്നാണോ? അതെ സാറേ, പാർവതി ജോലി ചെയ്യുന്ന കമ്പനിയിൽ എന്റെ മോനും ജോലി ചെയ്യുന്നുണ്ട്, സൂപ്പർവൈസറായിട്ട്. വൈകുന്നേരം മുതല് അവനെയും കാണാനില്ല, പാർവതിയും കാണാനില്ല. എന്താ എന്താ അവന്റെ പേര്? പ്രിയൻ. പ്രിയൻ എന്ന ഈ അമ്മയുടെ മകന്റെ പേര്. സാറിന് പ്രിയനെ അറിയാം. നന്ദനെ കൊലപ്പെടുത്തിയത് പാർവതിയാണെന്ന് സാറും ബാക്കി എല്ലാവരും വിശ്വസിച്ചപ്പോ ശരിയായ പ്രതിയെ പിടിച്ചുകൊണ്ടുവന്ന് സാറിന്റെ മുന്നിൽ നിർത്തിയ ആളെ സാറിന് ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. പ്രിയൻ അവന്റെ അമ്മയാണോ ഇത്? അതെ സാർ. പ്രിയനും പാർവതിയും വലിയ ക്ലോസാ. ജോലിക്ക് വന്ന രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചാ. ചില ദിവസങ്ങളില്
രണ്ടുപേരും ഒരുമിച്ചാ ജോലിക്ക് വരിക. ഒന്നുകിൽ പ്രിയന്റെ ബൈക്കില്, അല്ലെങ്കിൽ അവളുടെ സൈക്കിളില്. ആഹാരം കഴിക്കുന്നത് പോലും ഒരുമിച്ച. പലപ്പോഴും ഒരേ ടിഫിൻ ബോക്സിൽ നിന്ന് രണ്ടുപേരും കഴിക്കുക. ഇന്ന് ഹോട്ടലിൽ പോയി ഡിന്നർ കഴിക്കാൻ പ്ലാൻ ചെയ്തിരുന്നു എന്ന് അറിഞ്ഞത്. അതിന് ശേഷമാ രണ്ടുപേരെ കാണാനില്ലെന്ന് പറയുമ്പോ സാർ ചിരിക്കുകയാണോ? ചിരിക്കാതെ പിന്നെ. ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും ഒരുമിച്ച് മിസ്സിംഗ്. അതും എപ്പോഴും കളിച്ചും ചിരിച്ചും നടക്കുന്ന രണ്ടുപേരും. അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും ഇത് കേൾക്കുമ്പോ ചിരിയാ വരുന്നത്. പ്രതിയെ തപ്പിപ്പിടിച്ചു കൊണ്ടുവന്ന പ്രിയം പാർവതിയെ കൊലക്കേസിൽ നിന്ന് രക്ഷിച്ചപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. കല്യാണവും കഴിച്ച് കയ്യും കോർത്തു പിടിച്ച് രണ്ടുപേരും ഇപ്പോ നിങ്ങൾ പോയി വല്ലതും കഴിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. സല്ലപിച്ച് മടുക്കുമ്പോ അവൻ വീട്ടിലും അവൾ ഹോസ്റ്റലിലും എത്തിക്കോളും. അല്ലെങ്കിൽ ചിലപ്പോ ഏതെങ്കിലും ഹോട്ടലിൽ റൂമെടുത്ത്. സർ, ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട് സർ. ഇനി അവരെ കുറിച്ച് അനാവശ്യം പറഞ്ഞുണ്ടല്ലോ. നീ എന്ത് ചെയ്യും? പറഞ്ഞാ നീ എന്ത് ചെയ്യടാ? ഇതേ എന്റെ സ്റ്റേഷനാണ്. ഇവിടെ കയറി വന്ന് എന്റെ നേരെ ഒച്ച വെച്ചാൽ ആരാ എന്താന്നൊന്നും ഞാൻ നോക്കില്ല. സാറ്, ഒരുമിച്ച് ജോലി ചെയ്യുന്ന ഒരു ആണും പെണ്ണും അടുത്തിടപഴകിയാല് അവര് തമ്മില് ആ തരത്തിലൊരു ബന്ധം ഉണ്ടെന്നല്ല അർത്ഥം. തെറ്റായ വഴിക്ക് പോകുന്നവനല്ല എന്റെ മോൻ. ഞാൻ അവനെ അങ്ങനെ അല്ല വളർത്തിയത്. തെറ്റും ശരിയും പറഞ്ഞു കൊടുത്തായിരിക്കും നിങ്ങൾ നിങ്ങളുടെ മകനെ വളർത്തിയിരിക്കുന്നത്. പക്ഷേ പാർവതി രണ്ടും കൽപ്പിച്ച് ഒരു പെണ്ണ് ഇളകി കാണിച്ചാൽ വിശ്വാമിത്രൻ പോലും വീണുപോകും. മിടുക്കിയ അവള്. സർ, പാർവതിയെ കുറിച്ച് നിങ്ങൾ വായിൽ തോന്നിയത് പറയാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. ഇനിയും ഞങ്ങൾ ക്ഷമിച്ചെന്ന് വരില്ല. പാർവതിക്ക് കുറെ ശത്രുക്കളുണ്ട്. 2 തവണ അവളുടെ നേർക്ക് അറ്റാക്ക് ഉണ്ടായതാ. 2 തവണയും ഭാഗ്യം കൊണ്ട് മാത്ര അവള് രക്ഷപ്പെട്ടത്. വീണ്ടും അവരുടെ കയ്യിൽ അകപ്പെട്ടാൽ അത് പേടിച്ചിട്ടാ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി വന്നത്. പക്ഷെ സാറിന് ഞങ്ങള് പറയുന്നത് കേൾക്കാനല്ല താല്പര്യം. അവളെക്കുറിച്ച് അപവാദം പറയാനാ സാറിന് താല്പര്യം. സർ, ആക്ഷൻ എടുക്കാതിരുന്നിട്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് ഞാൻ ഭംഗിവാക്ക് പറഞ്ഞതല്ലെന്ന് സാറിന് ഞാൻ മനസ്സിലാക്കി തരും. ഞാൻ ആരാണെന്നും എന്റെ സ്വാധീനം എന്താണെന്നും കൂടി ഞാൻ സാറിന് മനസ്സിലാക്കി തരും. ഒരാണിനെയും പെണ്ണിനെയും ഒരുമിച്ച് കാണാതായ പൊതുവേ നടക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്.